ചില കാര്യങ്ങൾ പല ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക എല്ലാവർക്കും അറിയാം. നമ്മുടെ കലണ്ടറിലുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ കുട്ടികൾക്ക് പേരിടാനും പേരിടാൻ വേണ്ടി നമ്മൾ 28ൻ്റെ അന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 28ൻ്റെ അന്ന് സെലക്ട് ചെയ്യുന്നത്? 28 എന്ന് പറയുമ്പോൾ 28ൻ്റെ അന്ന് വരുമ്പോൾ ആ കുട്ടി ജനിച്ച നക്ഷത്രം തന്നെ തിരിച്ചു വരികയാണ്. എങ്ങനെ? 27 നക്ഷത്രങ്ങളും കടന്ന് 28ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത്, അത് ജനിച്ച ദിവസം മുതൽ 27 നക്ഷത്രം കഴിയുമ്പോൾ 28ാമത്തെ ദിവസം ആ ജനിച്ച അയാളുടെ നാൾ വരികയാണ്. ആ നാളിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആ നാൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പേരിടുക, നൂല് കെട്ടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ നാം വലയം വെച്ച് കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തത് ഈ 16 അടിയന്തരം. ഈ 16 അടിയന്തരം എന്ന് പറയുന്നത് പലരും ഇപ്പോൾ ഷോർട്ട് കട്ടിൽ കൊണ്ടുവരികയാണ്. 5 ദിവസം, 10 ദിവസം, 11 ദിവസം, 15 ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ നിയമങ്ങളുണ്ട്. 16ൻ്റെ അന്ന് തന്നെയാണ് ഒരു മരിച്ച വ്യക്തിയുടെ കർമ്മങ്ങൾ എല്ലാം ചെയ്യേണ്ടത്. മരിച്ച അടുത്ത ദിവസമോ അല്ലെങ്കിൽ 5ൻ്റെ അന്നോ നമുക്ക് അസ്ഥി എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴുകാം. പക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം 16 ദിവസം 16ൻ്റെ അന്ന് തന്നെ ചെയ്യണം. എന്തുകൊണ്ട് 16 തന്നെ നിഷ്കർഷിക്കുന്നു? പലരും പറയുന്നുണ്ട് 11. അങ്ങനെയൊന്നുമില്ല. ചെയ്യുകയാണെങ്കിൽ 16ൻ്റെ അന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എന്തുവേണോ ചെയ്യാം. ഈ എന്തുവേണോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നമുക്ക് ഓഫീസിൽ പോകണം, വിദേശത്ത് പോകണം, കുട്ടികളുടെ പഠിത്തമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഷോർട്ട് കട്ട് ഫോർമുലയിൽ, ക്യാപ്സ്യൂൾ ഫോർമുലയിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ്. ചെയ്യുകയാണെങ്കിൽ 16 ദിവസവും 16ൻ്റെ അന്ന് തന്നെയാണ് അടിയന്തരം എന്ന് പറഞ്ഞാൽ 15 തിഥികൾ മരിച്ചവന് തിഥികളാണ്, അല്ലാതെ നക്ഷത്രങ്ങളല്ല. കർമ്മം ചെയ്യാൻ പോകുമ്പോൾ ആ തിഥിയിൽ വേണം പോയി കർമ്മം ചെയ്യാൻ, അല്ലാതെ നക്ഷത്രത്തിൻ്റെ പേരല്ല. ഇവിടെ പലരും നക്ഷത്രത്തിലാണ് ചെയ്യുന്നതിനോ, തിഥിയിൽ തന്നെ ചെയ്യണം. ആ തിഥി അപ്പോൾ മരിക്കുമ്പോൾ മരിച്ച ദിവസം തിഥി എന്താണ് എന്നുള്ളത് കൂടി കലണ്ടറിൽ കുറിച്ചിട്ടുണ്ട്. നക്ഷത്രവും കുറിച്ചിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായി വേണ്ടത് തിഥി. മരിച്ചവർക്ക് തിഥിയാണ്, അല്ലാതെ നക്ഷത്രങ്ങളുടെ പ്രാധാന്യം ജീവിച്ചിരിക്കുമ്പോൾ മാത്രം. ആ തിഥികൾ എന്താണെന്നുള്ളത് അറിയാം. പെട്ടെന്ന് ഞാനൊന്ന് വായിക്കുകയാണ്. ആദ്യത്തെ വരുന്ന പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാദം. 16ാമത്തെ ദിവസം നമ്മൾ അടിയന്തരം ചെയ്യണം. അപ്പോൾ നമ്മുടെ ആത്മാവ് 16 ദിവസം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അതുകൊണ്ട് 16ൻ്റെ അന്ന് ചെയ്യുക എന്നുള്ളതാണ് ഉത്തമമായ ഒരു ഉപദേശം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഈ നക്ഷത്രങ്ങളുടെയും തിഥിയുടെയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഇനി എന്താണ് 41 ഒരു മണ്ഡലക്കാലം? 41 മണ്ഡലക്കാലം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 27 നക്ഷത്രങ്ങളും അതിൻ്റെ കൂടെ ആ തിഥിയൊക്കെ കടന്ന് അങ്ങനെ 41 ദിവസം വരികയാണ്. 27 ദിവസവും നക്ഷത്രങ്ങളും 14 ദിവസം ആ തിഥികളും കഴിഞ്ഞ് 41 ആ ദിവസം കഴിയുകയാണ്. അപ്പോൾ അതാണ് ഒരു മണ്ഡലക്കാലം, ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയും. എന്തുകൊണ്ടും ഇത്തരം കാലങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ആ തിഥികൾക്ക് പ്രാധാന്യം കൊടുക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഞാനൊന്ന് ഉപദേശിക്കുവാൻ വേണ്ടി വന്നത്. ഇത് പാലിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതൊക്കെ പണ്ട് പൂർവികന്മാർ എഴുതി വെച്ച തത്വങ്ങളാണ്, അത് നമ്മൾ പാലിക്കുന്നു.